Okay, dear students, this video we will discuss second year computer science and computer application 8th chapter database management system and the second part. Okay, once again welcome to my channel. I am Santosh. Channel subscribe cheyathavaru subscribe cheyyuka kude bell icon kude press cheyyuka. Okay, ee oru partile first topic data abstraction endana data abstraction discuss cheyyam. Okay, actually the database system is very complex in their working. Normal case la database in the working principle very complicated. The normal users are not computer trained. Sadhara users are computer trained. Avarkku kudal parijnanam computer kudal ideas undayilla. Okay, hence the developers hide the complexity of database from the normal users. Adukonde database inde complexity means risk of working normal users in the hide cheyyanam adinte complexity adha normal case users ne veliya idea undavilla computer engane work cheyam database engane use cheyanore idea arku undavilla normal users undavilla. Okay, adukonde thanne developers endu cheyanam ee complex ayilla working principle sadha user ninnu marachu vekkanam. Okay, angane ee database inde complexity user ninnu marachu vekkan 3 levels aanu use cheyyunnathu. Okay, അതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ആക്ച്വലി എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഡെഫിനിഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡാറ്റ അബ്സ്ട്രാക്ഷൻ മീൻസ് ദി പ്രോസസ് ഓഫ് ഹൈഡിങ് ദി കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റാബേസ് ഫ്രം ദി നോർമൽ യൂസേഴ്സ്. അതായത് നോർമൽ യൂസേഴ്സിൽ നിന്ന് ഡാറ്റാബേസിന്റെ കോംപ്ലക്സിറ്റി മറച്ചു വയ്ക്കുക. അതിന് പറയുന്ന ടെക്നിക്ക് നമുക്ക് പറയുന്നത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, വൺസ് അഗെയിൻ നോർമൽ യൂസേഴ്സിൽ നിന്ന് ഡാറ്റാബേസിന്റെ വർക്കിംഗ് കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്യുക, മറച്ചു വയ്ക്കുക. അതിന് നമുക്ക് പറയുന്ന പേരാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇങ്ങനെ ഡാറ്റ അബ്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡാറ്റയുടെ കോംപ്ലക്സിറ്റി മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഡെവലപ്പേഴ്സ് 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 3 ലെവലാണ് ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. ഓക്കെ, വൺസ് അഗെയിൻ ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷന് വേണ്ടി ഡെവലപ്പേഴ്സ് 3 ലെവൽസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. ഓക്കെ, എന്താ ജസ്റ്റ് നമുക്കിവിടെ നോക്കാം. ഇതാണ് ഡാറ്റാബേസ്. ഓക്കെ, ഡാറ്റാബേസ് ഫസ്റ്റ് വരുന്നത് ഫിസിക്കൽ ലെവൽ. ഓക്കെ, സെക്കൻഡ് വരുന്നത് കൺസെപ്റ്റൽ ലെവൽ. പിന്നെ വരുന്നതാണ് യൂസേഴ്സ് വ്യൂ ലെവൽ. വ്യൂ 1, വ്യൂ 2, വ്യൂ 3 എന്ന രീതിയിൽ വ്യൂ ലെവൽസ് വരുന്നു. ഓക്കെ, ഇതാണ് ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷനിലൂടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന 3 ലെവൽസ്. ഓക്കെ, വൺസ് അഗെയിൻ ഡാറ്റാബേസിന്റെ വർക്കിംഗ് കോംപ്ലക്സിറ്റി സാധാ യൂസറിന് മറച്ചു വെക്കാൻ വേണ്ടി ഡാറ്റാബേസ് ഡെവലപ്പേഴ്സ് 3 ലെവലായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഓക്കെ, ഡാറ്റാബേസ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഫിസിക്കൽ ലെവലായിട്ട്, ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്റ്റൽ ലെവലായിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ് വ്യൂ ലെവൽസ്. അങ്ങനെ 3 ലെവൽസ് ആയിട്ടാണ് ഡാറ്റാബേസ് അബ്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി 1 by 1 ആയി നോക്കാം. ഫിസിക്കൽ ലെവൽ എന്താ നോക്കാം. എന്താണ് ഫിസിക്കൽ ലെവൽ? ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് ഓർ ഇന്റേണൽ ലെവൽ. ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷനിൽ ഏറ്റവും ലോവസ്റ്റ് കിടക്കുന്ന ലെവലാണെന്ത്? ഫിസിക്കൽ ലെവൽ. അതിന് മറ്റൊരു നെയിമാണെന്ത്? ഇന്റേണൽ ലെവൽ. ഓക്കെ, ഇനി എന്താണ് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇറ്റ് ഡിസ്ക്രൈബ്സ് how the data is actually stored in secondary storage device such as disk and tabs. സെക്കൻഡറി സ്റ്റോറേജ് ആയ ഡിസ്കോ അല്ലെങ്കിൽ ടാബോ അതിനകത്ത് ഏത് രീതിയിലാണ് ഡാറ്റ ആക്ച്വലി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ആ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫിസിക്കൽ ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ടു ഡാറ്റ ആക്ച്വലി സ്റ്റോർഡ് ഇൻ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ആക്ച്വലി സെക്കൻഡറി സ്റ്റോറേജിൽ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കും എന്ന കാര്യമാണ് ആ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് തന്നെ എന്തായിരിക്കും? ഇന്റേണൽ ലെവലായിരിക്കും അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവലായിരിക്കും. ഓക്കെ, അതാണത് ഫിസിക്കൽ ലെവൽ. ഓക്കെ, നമ്മുടെ കയ്യിൽ സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടായിരിക്കും. സെക്കൻഡറി സ്റ്റോറേജ് എന്താവാം? ഡിസ്ക് ആവാം, അല്ലെങ്കിൽ എന്താവാം? ടാബ് ആവാം.
ഓക്കെ, ഈ രണ്ട് സെക്കൻഡറി സ്റ്റോറേജിൽ ഏത് രീതിയിലാണ് ഇന്റേണൽ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിസിക്കൽ ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെവല് ലോജിക്കൽ ലെവലാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ആൻഡ് വാട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡാറ്റ. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡാറ്റാ ബേസിനകത്ത് ഏത് ടൈപ്പ് ഡാറ്റയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, മാത്രമല്ല ആ ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോജിക്കൽ ലെവലിൽ പറഞ്ഞിരിക്കുന്നത്. വൺസ് അഗെയിൻ, ഡാറ്റാബേസിനകത്ത് ഏത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നും ആ സ്റ്റോർ ചെയ്ത ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ആര് പറയുന്നത്? ലോജിക്കൽ ലെവൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ റെഫേർഡ് ആസ് കൺസെപ്റ്റ് ലെവൽ. ഇത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഇതാ കൺസെപ്റ്റ് ലെവൽ. ഓക്കെ, അപ്പൊ രണ്ട് ലെവൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. തേർഡ് ലെവൽ ഏതാണ്? വ്യൂ ലെവൽ. ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ, ഏറ്റവും ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ ആണെന്ത്? വ്യൂ ലെവൽ. ഏറ്റവും ലോവസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഇന്റേണൽ ലെവൽ പറഞ്ഞത് ഏതാണ്? ഫിസിക്കൽ ലെവലാണ്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലെവൽ പറയുന്നത് ആരാണ്? വ്യൂ ലെവലാണ്. ഓക്കെ, എന്താണോ? ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓർ എക്സ്റ്റേണൽ ലെവൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡാറ്റ അബ്സ്ട്രാക്ഷനിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവൽ അറിയപ്പെടുന്നതാണത് വ്യൂ ലെവൽ. ഇറ്റ് ഈസ് ദി ക്ലോസസ്റ്റ് ടു ദി നോർമൽ യൂസേഴ്സ്. ഇത് ഏറ്റവും അടുത്ത് കിടക്കണം. ആരുടെ അടുത്ത്? സാധാ യൂസേഴ്സിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെവലാണെന്ത്? വ്യൂ ലെവൽ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓൺലി എ പാർട്ട് ഓഫ് ദി കംപ്ലീറ്റ് ഡാറ്റാബേസ്. ഇതെന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? വലിയ ഡാറ്റാബേസിൽ ധാരാളം ഡാറ്റകൾ ഉണ്ടായിരിക്കും. ചെറിയൊരു പാർട്ട് മാത്രം ആരുടെ അടുത്ത് കിട്ടും? സാധാ യൂസേഴ്സിന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദി ക്ലോസസ്റ്റ് ടു ദി നോർമൽ യൂസേഴ്സ്. സാധാ യൂസേഴ്സിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെവലാണ് എന്ത്? വ്യൂ ലെവൽ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓൺലി എ പാർട്ട് ഓഫ് ദി കംപ്ലീറ്റ് ഡാറ്റാബേസ്. ഡാറ്റാബേസിലെ ചെറിയ പാർട്ട് മാത്രമായിരിക്കും ആർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്? നോർമൽ യൂസേഴ്സിന് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഡാറ്റാബേസിൽ ധാരാളം ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഡാറ്റയിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ ബാലൻസ് ഉള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം മതി ചോദിച്ചോ. അപ്പൊ ബാക്കിയുള്ള ഡാറ്റകളൊക്കെ മറച്ചു വെച്ച് ഫീസ് അടയ്ക്കാൻ ബാക്കിയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം എന്ത് ചെയ്യും? വ്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ എ പാർട്ട് ഓഫ് ദി കംപ്ലീറ്റ് ഡാറ്റാബേസ്. എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ? ഇല്ല. ബാലൻസ് ഉള്ള കുട്ടികളുടെ മാത്രം ഡീറ്റെയിൽസ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാണ്ട് എ പാർട്ട് ഓഫ് ഡാറ്റാബേസ് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. ആർക്ക് വേണ്ടി? ഇസ് എ ഫോർ ദി നോർമൽ യൂസേഴ്സ്. ദാറ്റ് ഈസ് കോൾഡ് വ്യൂ ലെവൽ. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ 3 levels: physical level, logical level, view level. Okay, next topic, data independence. എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, മുകളിൽ നമ്മൾ 3 ലെവൽസ് പഠിച്ചു. ഡാറ്റ അബ്സ്ട്രാക്ഷന് വേണ്ടി 3 ലെവൽസ് പഠിച്ചു കഴിഞ്ഞു. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ഓർ കൺസെപ്റ്റൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. ഓക്കെ, ഇവിടെ ഡാറ്റ ഇൻഡിപെൻഡൻസ് പറഞ്ഞിരിക്കുന്നത് ഡാറ്റ അബ്സ്ട്രാക്ഷന് വേണ്ടി ഡിവൈഡ് ചെയ്ത ഈ 3 ലെവലും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡാറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് അഗെയിൻ 3 ലെവലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കണം. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ ആ ഒരു മാറ്റം എവിടെ എഫക്ട് ചെയ്യാൻ പാടില്ല? അടുത്ത ലെവലിൽ എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, വൺസ് അഗെയിൻ നമ്മളിപ്പോൾ ഫിസിക്കൽ ലെവലിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ലെവലിൽ മാറ്റം വരുത്തി. ഓക്കെ, ആ ഒരു മാറ്റം അടുത്ത ലെവലിൽ എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്റ്റൽ ലെവലിൽ നമ്മളൊരു മാറ്റം വരുത്തും. ഓക്കെ, ആ മാറ്റം എവിടെ എഫക്ട് ചെയ്യാൻ പാടില്ല? വ്യൂ ലെവലിൽ എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഈ 3 ലെവലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലകൊള്ളണം. ആ ഒരു എബിലിറ്റിയെ പറയുന്ന പേരാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇനി ഡാറ്റ ഇൻഡിപെൻഡൻസ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദി എബിലിറ്റി ടു മോഡിഫൈ ദി സ്കീമ ഓർ സ്ട്രക്ചർ ഇൻ എ ലെവൽ. ഒരു ലെവലിലെ സ്ട്രക്ചറിൽ നമ്മൾ മാറ്റം വരുത്തുക. ഓക്കെ, ആ മാറ്റം വരുമ്പോൾ അടുത്ത ലെവലിൽ എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, വിത്തൗട്ട് എഫക്റ്റിംഗ് ദി സ്കീമ ഡെഫിനിഷൻ അറ്റ് നെക്സ്റ്റ് ഹയർ നിയറസ്റ്റ് ലെവൽ. ഓക്കെ, അടുത്ത് കിടക്കുന്ന ലെവലിൽ മാറ്റം വരാൻ പാടില്ല.
അതാണ് എന്ത് പറയുന്നത്, ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ ഫിസിക്കൽ ലെവലിന്റെ സ്ട്രക്ചർ നമ്മൾ മാറ്റം വരുത്തുകയാണ് വിചാരിച്ചോളൂ. ഓക്കെ, ആ മാറ്റം എവിടെ എഫക്ട് ചെയ്യാൻ പാടില്ല, അടുത്ത ലെവലായ ലോജിക്കൽ ലെവലിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കണം. എന്നെ പറയുന്നതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റ ഇൻഡിപെൻഡൻസ് വേണ്ടി നമ്മൾ 2 ടൈപ്പ് ഇൻഡിപെൻഡൻസ് ഉള്ളത്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. വൺസ് അഗെയിൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് 2 ടൈപ്പാണുള്ളത്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇനി ഫസ്റ്റ് എന്താണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് നോക്കാം. ഓക്കെ, ദി എബിലിറ്റി ടു മോഡിഫൈ ദി സ്കീമ അറ്റ് ഫിസിക്കൽ ലെവൽ without affecting the schema of a logical level. Very simple. ഫിസിക്കൽ ലെവലിന്റെ സ്ട്രക്ചറിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ ലോജിക്കൽ ലെവലിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരാതിരിക്കുന്ന എബിലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. വൺസ് അഗെയിൻ ഫിസിക്കൽ ലെവലിൽ നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ ആ ഒരു മാറ്റം എവിടെ എഫക്ട് ചെയ്യാതിരിക്കുക, ലോജിക്കൽ ലെവലിൽ എഫക്ട് ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് കാൾഡ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, that is the application program remains the same even though the schema at physical level gets modified. Okay, ഇവിടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന കാറ്റഗറി വരുന്നത് ലോജിക്കൽ ലെവലിലാണ്. ഓക്കെ, ഈ ലോജിക്കൽ ലെവലിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാം മാറ്റം വരാൻ പാടില്ല. എന്ത് ചെയ്യുമ്പോൾ, ഫിസിക്കൽ ലെവലിൽ മോഡിഫൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ലെവലിൽ മോഡിഫൈ ചെയ്യുമ്പോൾ എവിടെ എഫക്ട് ചെയ്യാതിരിക്കുക, ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഫക്ട് ചെയ്യാതെ സെയിം റിമെയിൻ ദി സെയിം, അതേപോലെ നിലനിൽക്കണം. ഓക്കെ, അത് നമുക്ക് തരുന്ന ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. എന്താണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് നോക്കാം. ഓക്കെ, ദി എബിലിറ്റി ടു മോഡിഫൈ ദി സ്ട്രക്ചർ ഓഫ് ലോജിക്കൽ ലെവൽ, സ്ട്രക്ചർ ഓഫ് ലോജിക്കൽ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് വ്യൂ ലെവൽ. ഓക്കെ, അതായത് ലോജിക്കൽ ലെവലിന്റെ സ്ട്രക്ചറിൽ നിന്ന് മാറ്റം വരികയാണെങ്കിൽ ആ ഒരു മാറ്റം വ്യൂ ലെവലിന്റെ സ്ട്രക്ചറിൽ വരാതിരിക്കുക. ആ ഒരു എബിലിറ്റിയെ പറയുന്ന പേരാണെന്ത്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. വൺസ് അഗെയിൻ ലോജിക്കൽ ലെവലിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ആ ഒരു ചേഞ്ചസ് എവിടെ എഫക്ട് ചെയ്യാതിരിക്കുക, വ്യൂ ലെവലിന്റെ സ്ട്രക്ചറിൽ എഫക്ട് ചെയ്യാതിരിക്കുക. ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഡാറ്റാബേസ് യൂസേഴ്സ് ആണ്. ആരൊക്കെയാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദി മോഡ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് DBMS, the users can be classified into DBA, database administrator, application programmer, sophisticated users and nav users or end users. Okay, അതായത് ഡാറ്റാബേസ് DBMS ആരൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് മോഡ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് DBMS അതിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റാബേസ് യൂസേഴ്സ് നമുക്ക് 4 ക്ലാസ് ചെയ്യാം. ഓക്കെ, ഇത് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ആരൊക്കെ ഉള്ളത്? DBA, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സെക്കൻഡ്. തേർഡ് വൺ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ നവ് യൂസേഴ്സ് ഓർ എൻഡ് യൂസേഴ്സ്. ഇത്രയാണ് ഡാറ്റാബേസ് DBMS ഇന്ററാക്ട് ചെയ്യുന്നതനുസരിച്ച് യൂസേഴ്സിന് ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? DBA, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. എന്താണ് നോക്കാം. DBA ഈസ് എ പേഴ്സൺ. DBA മീൻസ് എന്താണ്? ഒരു പേഴ്സൺ ആണ്. ഹു ഈസ് ദി റെസ്പോൺസിബിൾ ഫോർ ദി കൺട്രോൾ ഓഫ് ദി സെൻട്രലൈസ്ഡ് ആൻഡ് ഷെയർഡ് ഡാറ്റാബേസ്. ഓക്കെ, അതായത് സെൻട്രലൈസ്ഡ് ആയ ഷെയർഡ് ആയ ഡാറ്റാബേസിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും എന്ത്? DBA. വൺസ് അഗെയിൻ DBA ഈസ് എ പേഴ്സൺ. DBA എന്താണ്? ഒരു പേഴ്സൺ ആണ്. പുള്ളിക്കാരനായിരിക്കും എന്ത്? സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഷെയർഡ് ആയ ഡാറ്റാബേസിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ആരുടെ അണ്ടറിൽ വരും? DBAയുടെ അണ്ടറിൽ വരും. ഓക്കെ, ഇനി DBAയുടെ ഡ്യൂട്ടീസ് ഒക്കെ നോക്കാം. ഡിസൈൻ ഓഫ് ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ സ്കീമാസ്. ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ആരായിരിക്കും? DBA ആയിരിക്കും. ഓക്കെ, ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ, ഡാറ്റാബേസ് സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും?
DBA ആയിരിക്കും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഡ്യൂട്ടി ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി ഫ്രം ഫെയിലിയേഴ്സ്. ആർക്കൊക്കെ ഡാറ്റ അവൈലബിൾ ആവാം, ആർക്കൊക്കെ അവൈലബിൾ ആവാൻ പാടില്ല, അതുപോലെ എന്താണ് ഡാറ്റ മിസ്സിംഗ് വരികയാണെങ്കിൽ അതിൻ്റെ റിക്കവർ ചെയ്യാനുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആരൊക്കെ ആയിരിക്കും, DBA ഒക്കെ ആയിരിക്കും. ഓക്കെ. ഇത്രയാണ് DBA കുറിച്ച് പറയാനുള്ളത്. വൺസ് അഗെയിൻ DBA ഈസ് എ പേഴ്സൺ, പുള്ളിക്കാരനായിരിക്കും. ഡാറ്റാബേസിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആർക്കായിരിക്കും, DBA ആയിരിക്കും. ഓക്കെ. ഇനി DBA ഡ്യൂട്ടി എന്തൊക്കെയായിരിക്കും, ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക, ആ ഡാറ്റാബേസ് സെക്യൂരിറ്റി ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഡാറ്റ അവൈലബിൾ ആക്കുക ആവശ്യക്കാർക്ക്, അതുപോലെ ഡാറ്റാബേസ് ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ ആ ഡാറ്റയെ റിക്കവർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക. അത് കംപ്ലീറ്റ് ആരുടെ ഡ്യൂട്ടി ആയിരിക്കും, DBAയുടെ ഡ്യൂട്ടി ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത യൂസറാണെന്ത്, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ. ഓക്കെ. എന്താണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമർ നോക്കാം. These are computer professionals. ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആവും who interact with the DBMS through application program. അപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് DBMS ഇന്ററാക്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. അതാണ് ആര് ചെയ്യുന്നത്, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ചെയ്യുന്നത്. വൺസ് അഗെയിൻ അപ്ലിക്കേഷൻ പ്രോഗ്രാമിലൂടെ DBMSനെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇരിക്കുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് നമുക്ക് എന്ത് വരുന്നത്, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ്. ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഡാറ്റാബേസ് എഞ്ചിനീയേഴ്സ്. ഇന്നത്തെ വരുന്നത് ആരൊക്കെയാണ്, ഡാറ്റാബേസ് എഞ്ചിനീയേഴ്സ് വരാം, സയന്റിസ്റ്റ് വരാം, ബിസിനസ് അനലിസ്റ്റ് ഒക്കെ ഇതിനകത്ത് വരാം, ഈ സോഫിസ്റ്റിക്കേറ്റഡ് യൂസിനകത്ത് വരാം. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആണെന്ത്, നെവ് യൂസർ അല്ലെങ്കിൽ എൻഡ് യൂസർ, നോർമൽ യൂസേഴ്സ്, സാധാ യൂസേഴ്സ്. ദീസ് ആർ എൻഡ് യൂസേഴ്സ് and are interact with the system by invoking the application program that were previously written by application programmer. Okay. അതായത് അപ്ലിക്കേഷൻ പ്രോഗ്രാമർ മുകളിൽ പറഞ്ഞ രണ്ടാമത്തെ യൂസർ, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാംസിന് ആവശ്യത്തിനനുസരിച്ച് ഇൻവോക്ക് ചെയ്യും. അതാരാ ഇൻവോക്ക് ചെയ്യുന്നത്, സാധാരണ യൂസേഴ്സ് ആയിരിക്കും. ഓക്കെ. അത് നമുക്ക് എന്തായിരുന്നു, എൻഡ് യൂസർ അല്ലെങ്കിൽ നെവ് യൂസർ എന്ന് പറയുന്നത്. ഓക്കെ. സാധാരണ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ. ഈ ക്ലറിക്കൽ സ്റ്റാഫിന് ഡാറ്റാബേസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ. ആ ഇരിക്കുന്ന ക്ലറിക്കൽ സ്റ്റാഫിന് എന്താ അറിയാം, കൺട്രോൾ ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യാനും അത് പ്രിന്റ് എടുക്കാനും ഒക്കെ അറിയും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എൻഡ് യൂസർ എന്താ ചെയ്യുന്നത്, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാമിനെ ഇൻവോക്ക് ചെയ്യുക. ഓക്കെ. പ്രിന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിന്റ് എന്ന ബട്ടൺ ബാക്കിൽ എന്തുണ്ടായിരിക്കും, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ പ്രിന്റ് എടുക്കാനുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യും എപ്പോഴും ഈ ക്ലറിക്കൽ സ്റ്റാഫ് പ്രിന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പൊ പ്രിന്റ് എന്ന ബട്ടൺ റെഡിമെയ്ഡ് ആണ്. ആ ബട്ടന്റെ ബാക്കിൽ എന്തുണ്ടായിരിക്കും, കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാംസ് ആര് ഡെവലപ്പ് ചെയ്തായിരിക്കും, അപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തായിരിക്കും. അപ്പൊ പ്രീവിയസ് ആയിട്ട് അപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിനെ ഇൻവോക്ക് ചെയ്യാണ് ആര് ചെയ്യുന്നത്, നെവ് യൂസർ ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഡാറ്റാബേസ് യൂസേഴ്സും അതുപോലെ ഡാറ്റ അബ്സ്ട്രാക്ഷന് വേണ്ടി ഡിവൈഡ് ചെയ്ത 3 ലെവലുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. DBA ഡയറക്റ്റ് ആയിട്ട് ഏത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഫിസിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് അപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലോജിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് എൻഡ് യൂസർ അല്ലെങ്കിൽ നെവ് യൂസർ വ്യൂ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന് 3 ലെവൽസ് ഉണ്ട്, 3 ഡയറക്റ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഓർ യൂസേഴ്സ് ഉണ്ട്. ഓക്കെ. ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്ക് RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ. DBMS നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്, RDBMS ആണ്. RDBMS മീൻസ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ. എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻ ദിസ് മോഡൽ, ഈ RDBMS മോഡലിൽ
The database is collection of tables called relations. Okay, RDBMS എന്ന മെത്തേഡിൽ ഡാറ്റാബേസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് കളക്ഷൻ ഓഫ് ടാബിൾസ് ആണ്. കളക്ഷൻ ഓഫ് ടാബിൾസ് ആണ്. ഈ ടാബിളിന് പറയുന്ന പേരാണെന്ത്? റിലേഷൻ. Okay, so it is called the relational database management system. Once again, RDBMS മോഡലിൽ ഡാറ്റാബേസ് നമ്മൾ പറയുന്ന പേരെന്താണ്? കളക്ഷൻ ഓഫ് ടാബിൾസ് ആണ്. ഓക്കെ, ഈ ടാബിളിനെ DBMS നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. DBMS നമ്മൾ പറയുന്ന ടേം ഏതാണ്? റിലേഷൻസ് എന്നാണ്. ഓക്കെ, ആൻഡ് ഈച്ച് ക്യാൻ അസൈൻ എ യൂണിക് നെയിം. ഓരോ ടേബിളിൽ എന്തായിരിക്കും? യൂണിക് നെയിം ഉണ്ടായിരിക്കും, വ്യത്യസ്തമായ പേരുകൾ ഉണ്ടായിരിക്കും. ആസ് ഇൻ ദി ടാബ്ലർ ഫോം, ഒരു ടാബിൾ ഫോർമാറ്റിൽ. ഓക്കെ, അങ്ങനെ ടാബിൾ ഫോർമാറ്റിൽ ഓരോ റിലേഷനും ഓരോ നെയിംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ എഡ്ഗർ ഫ്രാങ്ക് കോഡ്. EF Codd was an English computer scientist. Okay, ഇദ്ദേഹമാണ് മിസ്റ്റർ EF Codd ആണ് ഈ ഒരു മോഡൽ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രയാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഓക്കെ, ഇനി റിലേഷൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് SQL, MySQL, DB2, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, വൺസ് അഗെയിൻ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബിളിന്റെ കളക്ഷനാണ്. ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ടാബിൾസ്. ഓക്കെ, ഇത്തരം ടാബിളിന് പറയുന്ന പേരാണത് റിലേഷൻസ്. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നതിനകത്താണ്? ടാബിളിനകത്താണ്. ഓക്കെ, ഓരോ ടാബിളിന് എന്തുണ്ടായിരിക്കും? ഓരോ സെപ്പറേറ്റ് നെയിംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ ഇൻവെന്റ് ചെയ്ത ആരായിരുന്നു? എഡ്ഗർ ഫ്രാങ്ക് കോഡ് അല്ലെങ്കിൽ EF Codd എന്ന ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് ഇത് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ടെർമിനോളജീസ് ഓഫ് RDBMS ആണ്. അപ്പൊ ആദ്യം നമുക്ക് ടെർമിനോളജീസ് എന്താണെന്ന് അറിയാം. എന്താണ് ടെർമിനോളജീസ്? ടെർമിനോളജീസ് പറഞ്ഞു കഴിഞ്ഞാൽ ദി ടെക്നിക്കൽ ടേംസ്, ഒരു ടെക്നിക്കൽ ടേംസ് ആണ് യൂസ്ഡ് ഇൻ എ ഫീൽഡ് ഈസ് കാൾഡ് ടെർമിനോളജി. അതായത് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ആ ഫീൽഡിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. അത്തരം ടെക്നിക്കൽ ടേംസ് നമുക്ക് പറയുന്നതാണ് ടെർമിനോളജീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓട്ടോമൊബൈൽ എന്നൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറെ ടേംസ് ഉണ്ട്. വീല്, ഗിയർ, സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ഇതൊക്കെ ആ ഓട്ടോമൊബൈൽ എന്ന ഫീൽഡ് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഫീൽഡ് ബേസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് എന്തായിരിക്കും? ആ ഫീൽഡിലെ ടെർമിനോളജീസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസിന് പറയുന്ന പേരാണ് ടെർമിനോളജീസ്. ഓക്കെ, ഇവിടെ RDBMSന്റെ ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കും. ഫസ്റ്റ് വൺ എൻറ്റിറ്റി, സെക്കൻഡ് വൺ റിലേഷൻ, ട്യൂപ്പിൾ, ആട്രിബ്യൂട്ട്, ഡിഗ്രി, കാർണാലിറ്റി, ഡൊമൈൻ, സ്കീമ, ഇൻസ്റ്റൻസ്. ഇത്രയാണ് എന്ത്? RDBMSന്റെ ടെർമിനോളജീസ്. വൺസ് അഗൈൻ എൻറ്റിറ്റി, റിലേഷൻ, ട്യൂപ്പിൾ, ആട്രിബ്യൂട്ട്, ഡിഗ്രി, കാർണാലിറ്റി, ഡൊമൈൻ, സ്കീമ, ഇൻസ്റ്റൻസ്. ഓക്കെ, ഇനി വൺ ബൈ വൺ ആയി നമുക്കിത് ഡിസ്കസ് ചെയ്യാം. എന്താണ് അതിൽ ഫസ്റ്റ് വരുന്നതാണ് എൻറ്റിറ്റിയാണ്. എന്താണ് എൻറ്റിറ്റി നോക്കാം. എൻറ്റിറ്റി ഈസ് എ പേഴ്സൺ. എൻറ്റിറ്റി എന്താവാം? ഒരു പേഴ്സൺ ആവാം, ഓർ തിങ്, എന്തെങ്കിലും ഒരു വസ്തു ആകാം. ഇനി റിയൽ വേൾഡില് ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവോ ആകാം എന്ത്? എൻറ്റിറ്റി. ഓക്കെ, ദാറ്റ് ഹാസ് സം ക്യാരക്ടറിസ്റ്റിക്സ്. എന്തുണ്ടായിരിക്കും? എന്തെങ്കിലും കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേൾഡിൽ കാണുന്ന ഒരു പേഴ്സൺ, ഒരു തിങ്, ഒരു വസ്തു ഒക്കെ എന്താണ്? ഒരു എൻറ്റിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് എന്നൊരു എൻറ്റിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, ആ സ്റ്റുഡന്റ് എൻറ്റിറ്റിക്ക് എന്തുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നെയിം എന്ന പ്രോപ്പർട്ടി, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന പ്രോപ്പർട്ടി, പ്ലേസ് എന്ന പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ തീർച്ചയായും സ്റ്റുഡന്റ് എന്തായിരിക്കും? ഒരു എൻറ്റിറ്റിയാണ്. ഓക്കെ, അതുപോലെ സോപ്പ്, പെൻസിൽ, ബുക്ക്, ഇതൊക്കെ എന്താണ്? എൻറ്റിറ്റിയാണ്. ഓക്കെ, ബുക്ക് ആകുമ്പോൾ ബുക്കിന് നെയിം ഉണ്ടായിരിക്കും, ബുക്കിന് വെയിറ്റ് ഉണ്ടാവും, ബുക്കിന് സൈസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്? ബുക്കിന്റെ എൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എല്ലാ എലമെന്റ്സും എല്ലാ തിങ്സും എന്തായിരിക്കും?
ഒരു എൻറ്റിറ്റി എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അതാണ് എൻറ്റിറ്റി. നെക്സ്റ്റ് പോയിന്റ്, റിലേഷൻ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ എലമെന്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ദി ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ്. ഓക്കെ, ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റോസും കോളംസും കൂടിയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ടാബിളിൽ ഡാറ്റ എലമെന്റ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരം ടാബിളിനെ പറയുന്ന പേരെന്താണ്? റിലേഷൻ. ഓക്കെ, RDBMS ടാബിളിനെ പറയുന്ന പേരാണെന്ത്? റിലേഷൻ. ഓക്കെ, റിലേഷൻ ആൾസോ കാൾഡ് ടാബിൾ. റിലേഷൻ എന്ത് പേരിൽ അറിയപ്പെടും? ടാബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇതാണ് ടാബിൾ അല്ലെങ്കിൽ റിലേഷൻ. ഇതിനകത്ത് റോസ് ഉണ്ട് അല്ലേ? 101 എന്ന റോ, 102 എന്ന റോ, 103 എന്ന റോ. ഓക്കെ, അത് റോസ്. ഇനി RL നമ്പർ എന്ന കോളം, നെയിം എന്ന കോളം, ബാച്ച് എന്ന കോളം. ഓക്കെ, ഇങ്ങനെ കോളംസും റോസും കൂടി കഴിഞ്ഞാൽ എന്തായി? ടാബിളാണ്. ഈ ടാബിളിന് DBMS പറയുന്ന പേരെന്താണ്? റിലേഷൻ എന്നാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ട്യൂപ്പിൾ ആണ്. എന്താണ് ട്യൂപ്പിൾ? ദി റോ ഓർ റെക്കോർഡ് ഓഫ് എ റിലേഷൻ ഈസ് കാൾഡ് ട്യൂപ്പിൾസ്. ഒരു ടാബിളിലെ റോസ് അല്ലെങ്കിൽ റെക്കോർഡിന് പറയുന്ന പേരാണ് ട്യൂപ്പിൾസ്. വൺസ് അഗെയിൻ, ഒരു റിലേഷനകത്ത് വരുന്ന റോസ് അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് പറയുന്ന പേരാണ് ട്യൂപ്പിൾസ്. ഓക്കെ, ഇതൊരു റോ ആണ്. ഇതൊരു റോ ആണ്. 103 കിരൺ കോമേഴ്സ്, അതായത് ഒരു റോ ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? എ റോ കൺസിസ്റ്റ് ഓഫ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് വാല്യൂ ടു റെപ്രസെന്റ് എ പർട്ടിക്കുലർ എൻറ്റിറ്റി. ഓക്കെ, അതായത് കിരൺ എന്ന എൻറ്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഈ റോ മൊത്തം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കിരണിന്റെ റോൾ നമ്പർ, കിരണിന്റെ കോഴ്സ് അല്ലെങ്കിൽ ബാച്ച്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക എൻറ്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു റോ മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത് ട്യൂപ്പിൾ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, റിലേഷനകത്ത് വരുന്ന റോസിനെ പറയുന്ന പേരാണ് ട്യൂപ്പിൾ. ഓക്കെ, അടുത്തത് ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ദി കോളംസ് ഓർ ഫീൽഡ് ഇൻ എ റിലേഷൻ ഈസ് കാൾഡ് ആട്രിബ്യൂട്ട്സ്. ഒരു റിലേഷനകത്ത് വരുന്ന അല്ലെങ്കിൽ ടാബിളിനകത്ത് വരുന്ന കോളംസ് അല്ലെങ്കിൽ ഫീൽഡിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്. റോൾ നമ്പർ, നെയിം, ബാച്ച്. ഓക്കെ, നമ്മൾ പറഞ്ഞ ടാബിളിൽ റോൾ നമ്പർ, നെയിം, ബാച്ച്, ഇതൊക്കെ എന്താണ്? കോളം എന്ന പേരിൽ അറിയപ്പെടും. ഈ കോളത്തിനെ RDBMS പറയുന്ന പേരാണെന്ത്? ആട്രിബ്യൂട്ട്സ്. അപ്പോൾ റോൾ നമ്പർ എന്ന ആട്രിബ്യൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി, ദി നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ ഈസ് കാൾഡ് കാർഡിനാലിറ്റി. അതായത് ഒരു റിലേഷൻ വരുന്ന നമ്പർ ഓഫ് റോസ്, ദാറ്റ് ഇസ് കാൾഡ് കാർഡിനാലിറ്റി. ഒരു ടാബിളിനകത്ത് വരുന്ന എത്ര റോസ് ഉണ്ടോ ആ റോസിന്റെ എണ്ണത്തിനെ പറഞ്ഞ പേരാണ് കാർഡിനാലിറ്റി. ഓക്കെ, ഫ്രം ദി അബവ് ടേബിൾ ദി കാർഡിനാലിറ്റി വിൽ ബി 3. നമ്മൾ പറഞ്ഞ ടേബിളിൽ കാർഡിനാലിറ്റി എത്രയാണ്? 3 ആണ്. ഓക്കെ, അതായത് 1, 2, 3 ഇതിനെ പറഞ്ഞ പേരാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഹെഡിങ് യൂസ് ചെയ്യാൻ പാടില്ല. ഹെഡിങ് ഒഴികെയുള്ള റോസ്, നമ്പർ ഓഫ് റോസിന് പറഞ്ഞ പേരാണ് കാർഡിനാലിറ്റി. ഓക്കെ, വൺസ് അഗെയിൻ, കാർഡിനാലിറ്റി മീൻസ് ദി നമ്പർ ഓഫ് റോസ്. Number of rows in a relation is called cardinality. Okay, next terminology degree ആണ്. The number of columns in a relation is called degree. അതായത് ഒരു റിലേഷനകത്ത് വരുന്ന നമ്പർ ഓഫ് കോളം അതിന് പറയുന്ന പേരെന്താണ്? ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മോൾ പറഞ്ഞ ടാബിളിൽ ഡിഗ്രി എന്താ അറിയണം? 1, 2, 3 3 കോളംസ് ഉണ്ട്. ആ കോളത്തിന്റെ എണ്ണത്തിനെ പറയുന്ന പേരാണ് ഡിഗ്രി. അപ്പോൾ നമ്മൾ തന്ന ടാബിളിന്റെ ഡിഗ്രി എന്തായിരിക്കും? 3 എന്നായിരിക്കും. ഓക്കെ, അടുത്തത് ഡൊമൈൻ ആണ്. എന്താണ് ഡൊമൈൻ നോക്കാം. ഡൊമൈൻ ഈസ് ദി പൂൾ ഓഫ് വാല്യൂ ഓർ പോസിബിൾ വാല്യൂസ് അപ്പിയറിംഗ് ഇൻ എ സ്പെസിഫൈഡ് കോളം. ഒരു സ്പെസിഫൈഡ് കോളത്തിൽ കാണപ്പെടുന്ന വാല്യൂസ്, പോസിബിൾ വാല്യൂസ്, അതായത് ഓരോ സ്പെസിഫൈഡ് കോളത്തിലേക്കും കൊടുക്കാൻ പറ്റാവുന്ന പോസിബിൾ വാല്യൂസിനെ പറയുന്ന പേരാണ് ഡൊമൈൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ബാച്ച് എന്ന കോളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ അത്തരം വാല്യൂസിനെ പറയുന്ന പേരാണത് ഡൊമൈൻ. അപ്പോൾ ഓരോ കോളത്തിലേക്കും ഇന്ന ടൈപ്പ് വാല്യൂ കൊടുക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പോസിബിൾ വാല്യൂ, ആ കോളത്തിൽ കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസിനെ പറയുന്ന പേരാണത് ഡൊമൈൻ എന്ന്. ഓക്കെ, ലാസ്റ്റ് വൺ സ്കീമാണ്. സ്കീമ നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ചു, സ്ട്രക്ചറാണ്. ഓക്കെ,
ടാബിളിന്റെ സ്ട്രക്ചർ പറയുന്നതാണ് DBMS സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്കീമ. ഓക്കെ, ദി ഡിസ്ക്രിപ്ഷൻ ഓർ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ഈസ് കാൾഡ് സ്കീമ. ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ് സ്കീമ. ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് എന്ന ടാബ് നമ്മൾ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരുന്നത് സ്റ്റുഡന്റ് റോൾ നമ്പർ ഇന്റിജർ ടൈപ്പ് ആയിരിക്കണം, നെയിം ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം, ബാച്ച് ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. ഇതാണ് ആ ഒരു ടാബിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ടെർമിനോളജി ഇൻസ്റ്റൻസ് ആണ്. എന്താണ് ഇൻസ്റ്റൻസ് നോക്കാം. This is a set of tuples in which each tuple has the same of fields as the relational schema. അതായത് നമ്മുടെ ടാബിളിനകത്ത് വരുന്ന എല്ലാ ഫീൽഡുകളും ഉൾക്കൊള്ളുന്ന സെറ്റ് ഓഫ് ട്യൂപ്പിൾസ് ദാറ്റ് ഇസ് കാൾഡ് ഇൻസ്റ്റൻസ്. വൺസ് അഗെയിൻ, ഒരു റിലേഷനകത്ത് വരുന്ന അല്ലെങ്കിൽ ടാബിളിനകത്ത് വരുന്ന എല്ലാ ഫീൽഡുകളും ഉൾക്കൊള്ളുന്ന എ ഗ്രൂപ്പ് ഓഫ് ട്യൂപ്പിൾസ്, എ ഗ്രൂപ്പ് ഓഫ് റോസ്, that is called instance. Okay, മുകളിലെ ടാബിൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഒരു ഇൻസ്റ്റൻസ് ആണ്. ഈ ഒരു ഇൻസ്റ്റൻസിൽ എന്തുണ്ട്? സെറ്റ് ഓഫ് റോസ് ഉണ്ട്, 2 സെറ്റ് റോസ് ഉണ്ട്. ഓക്കെ, ഈ സെൻട്രൽ സെറ്റ് റോസിൽ ആ ഒരു റിലേഷനകത്ത് വരുന്ന എല്ലാ കോളംസും ഉണ്ട്. റോൾ നമ്പർ, നെയിം, ബാച്ച്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷനകത്ത് ഉൾക്കൊള്ളുന്ന എല്ലാ ഫീൽഡുകളും ഉൾക്കൊള്ളുന്ന രീതിയിൽ ട്യൂപ്പിൾസിന് സെറ്റ് വരികയാണെങ്കിൽ അതിനെ പറഞ്ഞത് എന്താണ്? ഇൻസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.